അല്ല, എന്ത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് ജയ്ക്ക് ഇവിടെ പറയുന്നത്. ജയ്ക്കിനെ സംബന്ധിച്ച് ജയ്ക്കിന് കുറച്ച് ചരിത്രം കൂടെ ഒക്കെ പഠിക്കുന്നത് നല്ലതാ. ജയ്ക്ക് കഴിഞ്ഞ കുറെ കാലത്തെ ചരിത്രം എടുത്തു നോക്കൂ. CPM-ന്റെ വാരണാസിയിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നരേന്ദ്രമോദി ജയിക്കുന്ന സ്ഥലം. അതുപോലെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും 13% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന നിങ്ങൾക്കിപ്പോൾ 0.3% ഒക്കെ ആയി മാറണമെങ്കിൽ എന്താണ് ഈ രാജ്യം മുഴുവൻ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് നിങ്ങൾ വിലയിരുത്തുക. അത് ഞങ്ങളുടെ പ്രശ്നമല്ല. ബംഗാളിൽ ഇല്ലാതായത്, ത്രിപുരയിൽ ഇല്ലാതായത്, പഞ്ചാബിൽ ഇല്ലാതായത്, രാജസ്ഥാനിൽ, മഹാരാഷ്ട്രയിൽ, തെലങ്കാനയിൽ, ആന്ധ്രയിൽ ഒക്കെ ഇല്ലാതായിരിക്കുന്നു. ആ ഇല്ലാതായവരൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ള വലിയ ക്വസ്റ്റ്യൻ ഉണ്ട് ജയ്ക്ക്. അത് നിങ്ങൾ ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഒന്ന് ആലോചിക്കണം. പാർട്ടിയിൽ ഇതൊക്കെ ഒന്ന് ഉന്നയിക്കണം. ഈ ആളുകൾ മുഴുവൻ പോയിരിക്കുന്നത് സംഘപരിവാറിലേക്കാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ പറയട്ടെ, കേരളത്തിൽ നിരവധി ഉദാഹരണം പറയാനുണ്ട്. നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ കാര്യം പറയാം, വിശ്വനാഥ മേനോന്റെ കാര്യം പറയാം. NDAക്ക് ആദ്യം ഇവിടെ പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തത് ആരായിരുന്നു? PC തോമസിലൂടെ നിങ്ങളല്ലേ അക്കൗണ്ട് തുറന്നു കൊടുത്തത്. എത്രയോ ആളുകൾ, വലിയ ലിസ്റ്റാണ് നമ്മളുടെ കയ്യിലുള്ളത്. എത്രയോ ആളുകളാണ് BJPയിലേക്ക് പോയത്. ഇന്ന് BJPയുമായി CPM-ന് കേരളത്തിൽ ഡീലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ജയ്ക്ക് വൈകി വന്നുകൊണ്ട് അത് ചിലപ്പോൾ പറഞ്ഞു കാണില്ല. നിങ്ങൾ മതേതരത്വത്തെ പറ്റി, മതനിരപേക്ഷത എന്ന് പറയുകയും ചെയ്യുന്ന ജയ്ക്കിനെ പോലെയുള്ള ചെറുപ്പക്കാർ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിയെ പിന്തുണച്ചല്ലേ നിൽക്കേണ്ടത്? അല്ലാതെ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തിയുടെ മത്സരിക്കുന്ന ആളുകൾ, പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ആളുകളുമായി ഡീൽ ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടത്? കൊടകര പണമിടപാടിനെ കുറിച്ച് താങ്കൾ വരുന്നതിന് മുൻപ് ഞാനിവിടെ പറഞ്ഞു. ഇൻകം ടാക്സിന്റെ ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത് ആ ഡീലിൽ യാതൊരു തെളിവും കേരള പോലീസ് കൊടുത്തിട്ടില്ല എന്ന് പത്രമാധ്യമങ്ങൾ മുഴുവൻ വന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഡീലുകളാണ്. എക്സാലോജിക്ക എന്ന് പറയുന്ന കമ്പനിയുമായിട്ടുള്ള വിഷയം, മാസപ്പടി വിഷയം, അത് ആരുമായിട്ടാണ് ഡീല്? ഈ ഡീല് കൊണ്ടല്ലേ ഈ കാലം 2021 ഉണ്ടായിരുന്ന കേസ്, ED അന്വേഷിച്ച കേസ് എവിടെ പോയി? ഈ രാജ്യത്ത്, ഈ കേരളത്തിലെ ജനങ്ങൾ അത് ചർച്ച ചെയ്യുകയാണിന്ന്. 2021 ഉണ്ടായിരുന്ന EDയുടെ കേസ്, എക്സാലോജിക്കെതിരെ, അത് എന്തുകൊണ്ട് മറച്ചുവെച്ചു? ഇവിടെയുള്ള ലൈഫ് മിഷൻ്റെ കേസ്, സ്വർണ്ണ കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, ഈ കേസുകളെല്ലാം അന്വേഷിക്കാൻ ED വരികയും പിന്നീട് അത് ആവിയായി പോവുകയും ചെയ്യുന്നത് എന്ത് ഡീലാണ്? ഇപ്പോൾ ഏറ്റവും അവസാനം ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാരാ? LDFന്റെ കൺവീനർ തന്നെ, അല്ല ഞങ്ങളാരും പറഞ്ഞതല്ലല്ലോ. ഒരു ചിത്രത്തെക്കുറിച്ച് ഇവിടെ ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ടു. ശരിയാണ്, ഒരു ചിത്രം പലരുമായിട്ടും നമ്മൾ പൊതുവേദികളിൽ കാണും, പൊതുവായിട്ടുള്ള സമ്മേളന പരിപാടികളിലോ കല്യാണങ്ങളിലോ ഒക്കെ കാണും. ചിലപ്പോൾ ചിത്രം എടുത്തു എന്നിരിക്കും, അതിലൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതെന്താണ്? ഇത് വളരെ വ്യക്തമായി സമ്മതിച്ചിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞിരിക്കുന്നു. എന്താണ് ഒരു ബിസിനസ് ഷെയർ ഉണ്ടായാൽ പ്രശ്നം എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട LDFന്റെ കൺവീനർ തന്നെ ചോദിക്കുകയാണ്, ഇന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ സമ്മതിച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച നടത്തുന്നത്. പിന്നെ ഗോപാലകൃഷ്ണന് ഒരു മറുപടി ഞാൻ പറയാം. ഇപ്പോൾ രാഹുൽ കസ്വാൻ BJP വിട്ട് കോൺഗ്രസിലേക്ക്, നിങ്ങൾ മനസ്സിലാക്കണം, കോൺഗ്രസിന് അധികാരമില്ല. കോൺഗ്രസിന് കഴിഞ്ഞ 10 വർഷമായി അധികാരമില്ല. ഞങ്ങൾക്ക് EDയെ വെച്ച് ഭീഷണിപ്പെടുത്തുന്ന പാർട്ടിയല്ല ഇത്. ഡാനിഷ് അലിയും പപ്പു യാദവും കോൺഗ്രസിലേക്ക് വരുന്നു. പിന്നെ സദാനന്ദ ഗൗഡ ഉടനെ തന്നെ വരാനിരിക്കുന്നു, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധി ആളുകൾ ഭരണമില്ലാത്ത പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ഹരിയാനയിൽ അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുള്ള MP വിജേന്ദ്ര സിംഗ്, ഇങ്ങനെ നിരവധി ആളുകൾ കോൺഗ്രസിലേക്ക് വരികയാണ്. ഗോപാലകൃഷ്ണ, താങ്കൾ ഈ ജനം TVയും ജന്മഭൂമിയും മാത്രം വായിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ അറിയാത്തത്. മറ്റു പത്രമാധ്യമങ്ങളൊക്കെ താങ്കൾ നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ഇന്ന് കേരളത്തിൽ ചർച്ചയാകേണ്ട വിഷയം എന്താണ്? ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഇന്ത്യ എന്ന് പറയാൻ കൂടി ഇപ്പം മടിയാണ്. അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, ഇന്ത്യ. ഇപ്പോൾ BJPക്കാർ പറയുന്ന പുതിയൊരു വാക്കാണ് ഇന്ത്യ. അത് എന്ത് കിണ്ടിയ എനിക്ക് മനസ്സിലായില്ല. ഇന്ത്യ എന്ന് പറയൂ, INDIA, ഇന്ത്യ എന്ന് പറയാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അഭിമാനക്ഷതം? ആ വാക്ക് പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഭയം? നിങ്ങൾ ഇന്ത്യ മുന്നണിയെ ഭയക്കുന്നു. ഞങ്ങളല്ല ഭയക്കുന്നത്, ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഞങ്ങൾ പ്രതിപക്ഷത്താണ് നിൽക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ ഉള്ള മുഴുവൻ കക്ഷികളും ഒറ്റക്കെട്ടായി നിന്ന ഈ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തിയായ നിങ്ങളോട് പോരാടാൻ തയ്യാറായിട്ട് നിൽക്കുക. അതിൻ്റെ നേതാവാണ് രാഹുൽ ഗാന്ധി. ഞങ്ങൾ അഭിമാനത്തോടെയാണ് പറയുന്നത് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ താങ്കൾ പൂച്ചയെ പറ്റിയൊക്കെ വലിയ വിശദീകരണം നടത്തി. ഈ പാർട്ടി ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാ, അക്കാമ ചെറിയാൻ്റെ പാർട്ടിയാ. പാരമ്പര്യമുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. വർഷം കുറേ ആയി, 10-35 വർഷമായി ഈ പണിയൊക്കെ തുടങ്ങിയിട്ട്. ഗോപാലകൃഷ്ണൻ എത്ര വർഷമായി എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. താങ്കളപ്പോൾ അതുകൊണ്ട് ആളുകളെ അത്തരത്തിൽ വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ട. ഇവിടെ ചർച്ചയിലേക്ക് വരൂ. ഇവിടെ രാഷ്ട്രീയമായ ചർച്ചയല്ലേ നമ്മൾ നടത്തുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് EP ജയരാജന്റെ കുടുംബവും അതുപോലെ തന്നെ ചന്ദ്രശേഖരന്റെ കുടുംബവും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച. ഇവർ നടത്തുന്ന ബിസിനസ് ഡീൽ
2010 ജയിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ജയിക്കിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക, 2010 തെറ്റുതിരുത്തൽ രേഖയിൽ മക്കൾ ചെയ്യുന്നത്, കുടുംബാംഗങ്ങൾ ചെയ്യുന്നത് ഒക്കെ പുറത്തു പറയണം, സുതാര്യമായിരിക്കണമെന്ന് നിങ്ങളെടുത്ത തീരുമാനമല്ലേ? ആ തീരുമാനത്തിന്റെ എതിരായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ നേതാക്കന്മാർ ചോദിക്കാത്തത്? അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെറുപ്പക്കാരായ ആളുകൾ ചോദിക്കാത്തത്? ഇവിടെ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് മുഴുവൻ കേരളത്തിൽ BJP-യെ എങ്ങനെ ജയിപ്പിക്കാം എന്നുള്ളതാണ്, ഇവിടെ കോൺഗ്രസിനെ എങ്ങനെ തകർക്കാം എന്നുള്ളതാണ് CPM ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള